ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ട്. നമ്മൾ എല്ലാ തവണയും പോലെ രണ്ടുപേരെ റെഡിയാക്കി പുതിയ ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ. രണ്ടും എങ്ങനെ നിൽക്കുമെന്നതൊക്കെ ഒരു പിടുത്തമില്ല. കാരണം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി പോലെ എല്ലാ ഓണമായാലും എന്തുമായാലും അവളുമാരുടെ വരുന്നു. ഹലോ ഗൈസ് കേട്ടപ്പോൾ വരുന്നു. ആദ്യം മര്യാദയ്ക്ക് വിളിച്ചപ്പോൾ വന്നില്ല. ഓമി വരും, ബായോ. അപ്പോൾ ഇതാണ് അല്ലുക്കുട്ടൻ്റെ കോസ്റ്റ്യൂം. ഓമിത വരുന്നു. ഇതാണ് ഓമിയുടെ കോസ്റ്റ്യൂം. ഒരു ഹായ് പറയൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോഷൂട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഫോട്ടോയ്ക്ക് രണ്ടുപേരും പോസ് ചെയ്യുന്നത്. കണ്ടില്ലേ മാലൊക്കെ കുഞ്ഞിരിക്കുന്നത് വലിയ തൊപ്പിയൊക്കെ വെച്ചിട്ട്. നോണ്ടേ ചേച്ചി ബായോ. അപ്പോൾ നമുക്ക് ബാക്കി ബിഹൈൻഡ് ദ സീനാണ് ഇപ്പോൾ ഓരോ ഫോട്ടോയ്ക്കുള്ള കഷ്ടപ്പാട്. അത് അലംകൃത. അവിടെ നിക്കേ ഓമി, ഇവിടെ നിക്കേ. ഓമി ഇങ്ങോട്ട് നോക്ക്, ഓമി ഇങ്ങോട്ട് നോക്ക്. രണ്ട് സുന്ദരിമാരെ അമ്മയെ നോക്ക്. ക്ഷമയൊക്കെ നഷ്ടപ്പെടുന്നു. നല്ല നല്ല ഫോട്ടോയ്ക്ക് പിന്നിൽ ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് എല്ലാരും അറിയട്ടെ. ഫോട്ടോ കാണുമ്പോ ശരിയായില്ല എന്ന് കുറ്റം പറയുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരാളവിടെ നിൽക്കുക, അല്ലൂട്ടിനോടേക്ക്. പ്രത്യേകിച്ച് അച്ഛന്മാരോട്. അയ്യോ എന്റെ പിള്ളേരുടെ ഫോട്ടോ ശരിയായില്ലെന്ന് പറയുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവളുമാർ അടങ്ങി നിൽക്കത്തില്ല. ഇവളുമാര് നേരെ നിൽക്കത്തില്ല ഒരു ഫോട്ടോയ്ക്ക്. അമ്മയെ നോക്കി ചിരിക്കൂ. ഹോ തല തിരിച്ചു വെച്ച്. അല്ലൂട്ടാ ഇങ്ങ് വാ. എന്തിനാ മുടി പൊക്കാതെ ഇങ്ങോട്ട് വാടോ. അല്ലൂട്ടാ ഇങ്ങോട്ട് നീങ്ങിക്കേ. ഓമി അവിടെ ചാരി ഇത് പോസ് ചെയ്തോ. കാല് ക്രോസ് വെച്ചേ, ക്രോസ് വെച്ചേ, താത്ത് വെച്ചേ. അങ്ങനെ വെക്കാം. അല്ലൂട്ടം വെച്ചേക്കുന്ന പോലെ നോക്കി. ഇനി അമ്മയെ നോക്കിക്കേ. ഓമി അമ്മയെ നോക്ക്. ആ ബോ ആകെ ഒരെണ്ണേ ഉള്ളൂ. അതിന്റെ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുത്തില്ലേ? ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുക്കണം. അയ്യേ കാല് കടിക്കരുത്. അയ്യേ. അപ്പം കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ ഒരുവിധം ഫോട്ടോസ് ഒപ്പിച്ചു. കാരണം നമ്മൾ ഫോണിലും എടുക്കുന്നത്. പിന്നെ ഇവളുമാർ നിൽക്കുന്നത് പണ്ടത്തെ പോലെയല്ല, ഭയങ്കര പ്രയാസമാണ്. കഴിഞ്ഞ ക്രിസ്മസിന് പോലും എനിക്ക് ഇത്രയും പ്രയാസമില്ല. ഒരാളെ എടുത്തിട്ട് ഒരാളെ എടുക്കുന്നു, പിന്നെ രണ്ടുപേരും ഒരുമിച്ച് എടുത്താൽ നമുക്ക് വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ ഒന്നെടുത്ത് രണ്ടെടുത്ത് മൂന്നെടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ഫോട്ടോസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രൊഫഷണൽ ക്യാമറമാൻ ആരാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും. നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ നോക്കാവാ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വ്ളോഗിനകത്ത് ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷൂട്ടാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഷോർട്ട് വ്ളോഗിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞുള്ള അക്കച്ചിമാരുടെ പരിപാടി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇതാ രണ്ടുപേരും ഓരോരോ പരിപാടിയിലാണ്. ഒരു സാധനം കളഞ്ഞിട്ട് സന്തോഷത്തിലാണ്. നമുക്ക് ഇതുവരെ നമ്മൾ ഫോൺ കൈ പിടിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റിക്ക് മേടിക്കണം എന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് സ്റ്റിക്ക് കിട്ടി. ഇത് എന്തോ ഒന്നെങ്കിൽ അരിഞ്ചേട്ടൻ ഏതോ ചേട്ടന്മാരാരും മേടിച്ചു വെച്ചു. മിക്കവാറും അരിഞ്ചേട്ടനായിരിക്കണം. ടെക് പരമായി നോക്കുകയാണെങ്കിൽ അരിഞ്ചേട്ടനായിരിക്കണം. കഴിഞ്ഞ ദിവസം അമ്മയുടെ റൂമൊക്കെ പറക്കി മാറ്റി, സാധനങ്ങളൊക്കെ പറക്കി മാറ്റിയ കൂട്ടത്തില് ഇവിടെ പറക്കി വെച്ചിരുന്നതാണ്. ഏതായാലും കളയാൻ വെച്ചിരുന്ന സാധനമാണ്. ഇപ്പം കൃത്യം പോയിരുന്ന് കളിച്ച സ്ഥലത്ത് ഓമിയുടെ കയ്യില് അച്ഛന് സംശയം തോന്നിപ്പോയി നോക്കിയപ്പം സോ ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ ഇതായിട്ട് ഞങ്ങൾക്ക് സ്റ്റിക്ക് സാന്റ ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക്. അരുൺ സാന്റയ്ക്ക് ഞങ്ങളുടെ ഇത് സ്വാഭാവികമായിട്ട് അരഞ്ചേട്ടൻ മേടിച്ച അവനെ സാധ്യതയുള്ളൂ. കാരണം അരഞ്ചേട്ടനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച് നമുക്ക് സ്റ്റിക്ക് കിട്ടി. ഹായ് ഗൈസ്, അപ്പോൾ മണ്ണ് വരാൻ പോയി. ഇടയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ്
ഫോട്ടോഷൂട്ട് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോടൊപ്പം നമ്മൾ ഷോർട്ട് വ്ലോഗ് ആയിരിക്കും. ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. കാരണം ഇനി നോക്കിയാൽ മാത്രമേ അറിയത്തുള്ള ഫോട്ടോസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ്. ഞങ്ങൾ ആശിച്ച കാര്യം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കയ്യിലിപ്പോൾ കിട്ടി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. ബൈ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പറ. പ്ലൂം.